നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മലയാളി താരമായിട്ടുള്ള മലയാളി റൈറ്റ് വിംഗർ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് സെയിൽ ബോർഡിൽ ഇട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 കോടി രൂപയാണ് രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസ്ഫർ ഫീസ്. അത് കൊടുക്കാൻ ആരും ഇതുവരെ വില്ലിങ് ആയിട്ടില്ല. വില്ലിങ് ആയാൽ ബ്ലാസ്റ്റേഴ്സ് രാഹുലിനെ കൊടുക്കും എന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മളല്ല, നിങ്ങളെല്ലാവരും അറിഞ്ഞത്. ഇപ്പം മാർക്കസ് മർഗുലോ എഫ് സി ഗോവയെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മാർക്കസ് മർഗുലോയുടെ അപ്ഡേറ്റ് അനുസരിച്ച് എഫ് സി ഗോവ ഒരു ഇന്ത്യൻ വിങ്ങറെ സൈൻ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ഒരു താരത്തിനെ സൈൻ ചെയ്യാനാണ് എഫ് സി ഗോവ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് മാർക്കസ് മർഗുലോയുടെ ട്വീറ്റ് സൂചിപ്പിക്കുന്നത്. നേരത്തെയുള്ള രാഹുലിൻ്റെ കാര്യത്തിൽ തീരുമാനവും പിന്നെ മാർക്കസ് മർഗുലയുടെ ഈ ഒരു ട്വീറ്റും ഒരു ഡൊമസ്റ്റിക് വിങ്ങറിനെ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ കെ പിയിലേക്കായിരിക്കും വിരൽ ചൂണ്ടപ്പെടുക. എന്താണെന്നാൽ നേരത്തെ തന്നെ പലതവണ എഫ് സി ഗോവയോടുള്ള താല്പര്യം രാഹുൽ കെ പി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റേതെങ്കിലും ISL ക്ലബ്ബിൽ കളിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഓഫ്കോഴ്സ് ഗോവ എന്നാണ് രാഹുൽ പറഞ്ഞത്. മേ ബി അതിനൊരു സാധ്യത നമുക്കിപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല.